തെരച്ചിൽ തുടങ്ങുകയാണ് ഗൈസ്. ഒന്നും കിട്ടിയില്ല ഇതുവരെ. എയില് ഗൈസ് ബലൂൺ ഡിപ്ലോയറൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ OP സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, ഓവർ പവർഡ്. അതുകൊണ്ട് തന്നെ ഗൈസ് ഞാൻ കാണിച്ചു തരാം എൻ്റെ സെർവറിൽ ഇപ്പോൾ കാശ്. സോ ഗൈസ് ഇത് ഇന്ത്യൻ മണിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 2,00,000 കുറേ വരും ഗൈസ്. 2049K ആണ് ഗൈസിൽ. അപ്പം നമുക്ക് ഡെക്കറേഷൻ തുടങ്ങും ഗൈസ്. നമ്മൾ സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് ഇനി തുടങ്ങും ഗൈസ്. അപ്പം നമുക്കിനി ബലൂൺ ഡിപ്ലോയർ നമ്മൾ 2 വാങ്ങിച്ചിരുന്നു. റീഫൈൻഡ് ഫ്യൂൽ എനിക്കറിയില്ല. ഓക്കെ ഈ ബലൂൺ ഡിപ്ലോയർ ഒരു സ്ഥലത്ത് വെക്കാൻ ഭയങ്കര പാടാണ്. ഈ സാധനമൊന്നും അടങ്ങി നിൽക്കൂല. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സ്ഥലത്തൊന്നും വരത്തില്ല. ഇത് ഗ്ലിച്ചെങ്ങാണ്ടോ തോന്നുന്നു. ഇതെന്താ വരത്ത ഗൈസ്? എനിക്കറിയില്ല ഗൈസ്. ഈ ബലൂൺ ഡിപ്ലോയറിന് എന്നോട് എന്തെങ്കിലും ദേഷ്യം അങ്ങനെ ഉണ്ട് ഗൈസ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നറിയില്ല ഗൈസ്. എനിക്ക് മാത്രമേ ഇങ്ങനെ ഗ്ലിച്ച് വരുന്നുള്ളൂ. ഓക്കെ, പൊസിഷൻ്റെ കുഴപ്പം പറഞ്ഞു ഗൈസ്. പൊസിഷൻ്റെ കുഴപ്പം പറഞ്ഞു. എന്താ ക്ലിക്ക് ചെയ്തിട്ട് വരാത്തേ? നമ്മുടെ കയ്യിൽ 2 OP പ്രൊപ്പല്ലർ ഉണ്ട് ഗൈസ്. ഇത് ആക്ച്വലി ഭയങ്കര ആവശ്യമുള്ള സാധനമാണ്. അതില്ലേ പിന്നെ പ്ലെയിൻ പറക്കുമോ? ചെറിയൊരു കുഴപ്പം പറ്റി ഗൈസ്. ബലൂൺ ഡിപ്ലോയർ ഞാൻ കറക്റ്റ് സ്ഥലത്ത് വച്ചില്ല. അപ്പോൾ പ്രത്യേക പൊസിഷനിങ് ഒക്കെ ആണ് ഇത് വയ്ക്കണമെങ്കിൽ. എന്തുകൊണ്ട് ഇത് വയ്ക്കാൻ പറ്റാത്തത്? യെസ്, എന്താ പറ്റാത്ത പുറകിലേക്ക് വയ്ക്കാൻ ഗൈസ്? എൻ്റെ ഒരു ഐഡിയ. അയ്യോ, എന്തെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല. അത് നമുക്ക് പിന്നെ വയ്ക്കാം ഗൈസ്. അതൊന്നും ഒരു കുഴപ്പമില്ല ഗൈസ്. ഇനി നമുക്ക് മറ്റേ ഹെലികോപ്റ്ററിൻ്റെ പ്രൊപ്പല്ലർ വയ്ക്കാം ഗൈസ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഗൈസ്, ഈ ഇടയായിട്ട് കുറേ ഹെലികോപ്റ്ററിനെ കാണുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഹെലികോപ്റ്റർ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഗൈസ്. ഇന്നലെ രാവിലെ തൊട്ട് ഞാൻ ഇതിൻ്റെ പുറകിലായിരുന്നു ഗൈസ്. രണ്ട് മൂന്ന് ബൂസ്റ്ററൊക്കെ വെച്ച് ഗൈസ്. വാക്സിൻ റീഫൈൻഡ് ഫ്യൂൽ. ഓ, ഇങ്ങനെ ഇരിക്കുമല്ലേ റീഫൈൻഡ് ഫ്യൂൽ. എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ പേര് വന്നേ? കാണാൻ നല്ല രസമുള്ള ഫ്യൂല്. സാധാരണ പെട്രോളൊന്നും ഇത്ര ഭംഗിയില്ല. ഓ, ഇതെന്തോ തന്നെ ഞാൻ പ്രൊപ്പല്ലറിൻ്റെ മുകളിൽ വയ്ക്കണേ. നമ്മുടെ കയ്യിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഫ്യൂൽ. പെട്രോളൊക്കെ ഭയങ്കര കാശാണ് ഗൈസ്. ഒരെണ്ണം തന്നെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതിപ്പോൾ ഇതിലും ഭയങ്കര കാശായോ? ഒരു ഫ്യൂവലിന് എന്തോരം $? ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റോക്ക് നോക്കാം ഗൈസ്. ഈ ഗെയിമിലെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഗ്യാംബ്ലിങ് കൂട്ടാണ് ഗൈസ്. ചിലപ്പോൾ ലക്കി സാധനങ്ങളുണ്ടായിരിക്കും. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര OP സ്റ്റോക്കൊക്കെയാണ് വൈസ് വന്നത്. യെസ്, നമുക്കിനി ലോഞ്ച് ചെയ്യാം ഗൈസ്. പ്ലെയിൻ ഗൈസ് നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഇന്നലത്തേക്ക് നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. എന്തോ നമ്മൾ ഒരു സാധനം മാറ്റിയതുകൊണ്ടാണ് ഗൈസ്. മിസൈലെല്ലാം പോയി ഗൈസ്.
ഇനി നമുക്ക് ആരും ട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും ഗെയ്സ് നമുക്ക് ഡിസ്റ്റൻസ് എത്ര പോകും നോക്കാം. പക്ഷെ ഞാനൊരു നല്ല ഡ്രൈവർ ആണെങ്കിൽ ഇത്രയും ദൂരത്തിനൊക്കെ കൂടുതൽ പോയിനെ ഗെയ്സ്. ഇതെന്തോ പ്ലാസ്മ ബൂസ്റ്റർ. നമുക്ക് നോക്കാം ഗെയ്സ്. സെയിം സ്റ്റോക്ക് തന്നെ. ഗെയ്സ് ഈ സാധാ ബൂസ്റ്ററിനൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് പ്ലാസ്മ ബൂസ്റ്ററാണ് ഗെയ്സ്. ജസ്റ്റ് ഒന്ന് നോക്കി ഇതിൻ്റെ ഡീറ്റെയിലിങ് ഗെയ്സ്. നമുക്ക് നമ്മളുടെ 2 ഹെലികോപ്റ്റർ പ്രോപ്പല്ലർ ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഹെലികോപ്റ്ററിലെല്ലാം ഒരെണ്ണേ ഉള്ളൂ. എനിക്കൊരു ഡെക്കറേഷൻ തോന്നുന്നത് 2 സൈഡിലും 2 പ്രോപ്പല്ലറായിട്ട് ഇങ്ങനെ മറ്റേ ചിന്നുഹൂക്കും കണ്ടോ അങ്ങനെ പേരുള്ള ഹെലികോപ്റ്റർ ഇല്ലേ ഗൈസ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ 2 പ്രോപ്പല്ലറുള്ള ഹെലികോപ്റ്റർ ഇല്ലേ. ഇത് മറ്റേ വവ്വാലിൻ്റെ കൂട്ടുണ്ടല്ലോ ഈ വിങ്സ് കാണാൻ ഗൈസ്. വവ്വാലിൻ്റെ ചിറക് കൂട്ടി പിന്നെ കാണാം ഗൈസ്. ഇന്നലെ അടിപൊളി സ്റ്റോക്കായിരുന്നു ഗൈസ്. അതിൽ നിന്ന് എനിക്കിതേ 2ാമത്തെ പ്രോപ്പല്ലറൊക്കെ കിട്ടി. നല്ല കുറേ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തത്. സ്റ്റോക്ക് മാർക്കറ്റിംഗ് ആണ് ഗൈസ്. സെയിം സാധനം തന്നെയാണ്. ഒന്നുമില്ലേ, ചുമ്മാ ഒന്ന് നോക്കിയേക്കാം. ഇത് ഇപ്രാവശ്യം ഒന്നുമില്ലേ. നമുക്ക് മറ്റേ റോക്കറ്റ് ബൂസ്റ്റർ ഉണ്ടോ നോക്കാം നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്. ഓക്കെ ഗൈസ്, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. എന്തോ തന്നെ ഈ ടൈറ്റാനിയം ബ്ലോക്ക് ഭാരം വരാൻ വേണ്ടിയിട്ടാണോ? എല്ലാം ബ്ലാക്ക് ആക്കാം ഗൈസ്. ഇതിൻ്റെ പെയിൻ്റ് എന്ത് പെയിൻറ്. നമ്മുടെ കയ്യിൽ ഇപ്പം ഇത്രയും റോക്കറ്റ് ബൂസ്റ്റർ ഉണ്ട്. റോക്കറ്റിന് പോലും ഇല്ലാത്ത റോക്കറ്റ് ബൂസ്റ്ററാണ് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ 2 പ്രോപ്പല്ലർ വയ്ക്കാം. എന്തായാലും ആവശ്യം വരും. ഗൈസ് നമ്മൾ 2 പ്രോപ്പല്ലർ വെച്ചു ഗൈസ്. എങ്ങനെയുണ്ട് കാണാൻ ഗൈസ്? എനിക്ക് തോന്നി ഈ ബലൂൺ ഡിപ്ലോയർ മാറ്റണമെന്ന് തോന്നുന്നു. എന്നാൽ ഇച്ചിരി ഭംഗിയുണ്ടാവും. ഓക്കെ ഗൈസ്, ഇപ്പോൾ പറ ഗൈസ്. ഇനി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഗൈസ്. നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഈ പ്രോപ്പല്ലറുകളുണ്ട്. നല്ല ഉപകാരമുള്ള സാധനം കേട്ടോ. നല്ല സ്പീഡിലും പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഫ്യൂൽ യൂസ് ചെയ്യുമ്പോൾ സാധാ ഫ്യൂലൊക്കെ യൂസ് ചെയ്യണം ഗൈസ്. എന്നാൽ മാത്രമേ നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിൽ ഈ എക്സ്പെൻസീവ് ഫ്യൂലൊക്കെ ചുമ്മായ ഒരാവശ്യമില്ല. ഇച്ചിരി ദൂരം അതുണ്ടെങ്കിൽ പോകത്തുള്ളൂ. കേസ് നമ്മുടെ കയ്യിൽ എത്ര പ്രോപ്പല്ലർ ഉണ്ടോ അത്രയും സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും കേസ്. നമുക്കൊന്ന് എണ്ണി വെക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 പുറകിൽ 30 31 പ്രോപ്പല്ലർസ് ഉണ്ട് ഗൈസ്. ഗൈസ് ഈ 2 പ്രോപ്പല്ലർ വെച്ചപ്പോൾ ഭംഗി പോയെന്ന് അറിയില്ല, സ്പീഡ് കൂടി എന്തായാലും. ഗൈസ് നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ പോവാണെങ്കിൽ 400 എങ്ങാണ്ട് കൂടും. ഈ പോർട്ടലിൽ പോവാണെങ്കിൽ ആണ് 400 കൂടും. നമുക്ക് ഈ ബലൂൺ ഡിപ്ലോയറൊക്കെ ഉള്ളതുകൊണ്ട് നന്നായി.
ബൂസ്റ്റർ ആക്ച്വലി വലിയ ആവശ്യമൊന്നുമില്ല. ബൂസ്റ്റർ ഗൈസ് അത് നോക്കിയ ഗൈസ്, ഞാൻ തിരിഞ്ഞാ പോകുന്നത്. എൻ്റെ കയ്യിൽ ഇൻഫിനിറ്റ് ബൂസ്റ്റർ ഉണ്ടോ? പൈലറ്റ് ബാഗ്, ബെസ്റ്റ് ഫ്യൂവല്, 2 ബെസ്റ്റ് ഫ്യൂവല്, 1 മിസൈല്, 15 ബ്ലോക്സ്, 2 റോക്കറ്റ് ബൂസ്റ്റർ. അപ്പം എന്താ ഈ ബ്ലൂ കളറുള്ള ഫ്യൂവൽ? അപ്ഗ്രേഡ് പ്ലോട്ട് സൈസ് 4. ഇത് ഭയങ്കര കാശാ ഗൈസ്. നമുക്ക് വേറെ ആൾക്കാരുടെ ഒക്കെ പ്ലേ പോയി നോക്കാം ഗൈസ്, അവരെങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. വെയിറ്റ് എ മിനിറ്റ്, നമുക്ക് ഇതിനെ ട്രോൾ ചെയ്താലോ? പോയോ ഗൈസ്? അങ്ങനെ തന്നെയാണ് ഗൈസ്. ആണ് നമുക്കിനി നോക്കാം ഗൈസ് ബാക്കിയുള്ളവരുടെ സെറ്റപ്പ് പോയിട്ട്. നമ്മളെ ഇഷ്ടമായില്ല പ്ലെയിന്, പോയില്ല പെട്ടെന്ന്. ഗൈസ് ഈ ഗെയിമിലെ ജമ്പിലെ ശബ്ദത്തിന് പ്രത്യേക ഒരു ശബ്ദമാണ്. ഹെലികോപ്റ്റർ. ഓക്കെ ഗൈസ്, നമുക്ക് രണ്ടാമത്തെ പ്ലാസ്മ ബൂസ്റ്റർ കിട്ടി ഗൈസ്, നന്നായി. അപ്പം ഇനി സാധാ ബൂസ്റ്ററിന് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലാസ്മ ബൂസ്റ്റർ ഇടാം ഗൈസ്. പ്ലാസ്മ ബൂസ്റ്റർ സാധാരണയൊക്കെ അടിപൊളിയാണ്. പെയിൻറ്റും മാറ്റണം ഗൈസ്. ഇനി നോക്കാം ഗൈസ്. അപ്പോൾ ആരോ നമ്മുടെ പ്ലോട്ടിലേക്ക് വന്നതാണല്ലോ ഗൈസ്, മിസ്റ്റർ റെട്രോ. നമുക്കൊരു ഹായ് പറയാം ഗൈസ്. എന്താണ് ഇവനിത്? ഓക്കെ, ഫ്രണ്ട്സ് ആയാലെന്ന് ചോദിക്കാം ഗൈസ്. എനിക്ക് ഫ്രണ്ട്സ് ആണെങ്കിൽ സ്ട്രേറ്റ് ടു ദ പോയിന്റ് എത്തുള്ളൂ. ഈ ഗൈസ് നമ്മൾ ഒരുപാട് റോക്ക് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ പോയി ഗൈസ്. അതായത് നമുക്കിനി ബൂസ്റ്ററും യൂസ് ചെയ്യാൻ പറ്റില്ല. അടിപൊളിയായി ഗൈസ്, അടിപൊളിയായി. അപ്പോൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ പ്ലെയിനുകളിൽ കയറിയപ്പോൾ തന്നെ അത്രയ്ക്ക് നന്നായിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. ബോംസ് ഇൻബൗണ്ട്, ഇൻബൗണ്ടോ ഇനോബണ്ട്. ഗൈസ് ഇതിൽ ഇച്ചിരി ഇതുള്ളെങ്കിലും ഫ്യൂലുള്ളതിലും നന്നായിട്ട് ഞാൻ ഓടിക്കുന്നു ഗൈസ്. കാരണം ഇതുവരെ ക്രാഷ് ആയിട്ടില്ല. സാധാരണ പെട്ടെന്നാവും. ഊതേ ബൂസ്റ്റർ വാക്സിൻ ഇല്ല. സ്പീഡ് ബൂസ്റ്റർ നന്നായി, അവൻ പോവാ. അവൻ ശരിക്കും പോയോ? അവൻ പോയി.
ഗെയ്സ് അവൻ പോയിട്ടും ഞാൻ ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. 25,000 പ്ലേ വിത്ത് ഫ്രണ്ട്സ്, പ്ലേ വിത്ത് 3 ഫ്രണ്ട്സ്. ഗൈസ് എങ്ങനെയോ ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് ആ പുള്ളി ഇതിൽ കയറണതേ പാടാണ് ഗൈസ്. അപ്പോഴാണിത് നമ്മളിപ്പം ക്യാരി ചെയ്യുന്നത് 2 പ്രൊപ്പല്ലറാണ് ഗൈസ്. എന്നിട്ട് നമ്മൾ ഇത്രയും ദൂരം വന്നു 25,000 അടുത്ത് എത്താറായി. ഒന്ന് ബൂസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ നമ്മൾ സ്പീഡിലെത്തും. നമ്മൾ ആക്ച്വലി 25,000 അടുത്ത് എത്താറായി. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഗൈസ്. നമ്മൾ ലോ റൈഡർ ആണല്ലോ ഗൈസ്. ഇത്രയും താഴെ കൂടെ പോന്നു. യെസ് ഗൈസ് നമ്മൾ കുറച്ച് കംപ്ലീറ്റ് ആയോ. 25,000 യെസ് ഗൈസ്. ഞാനിപ്പോൾ ഓടിക്കുന്നുണ്ട് ഗൈസ്. ഹെലികോപ്റ്റർ പ്രൊപ്പല്ലറിൻ്റെ ഒരു ഗുണമേ. ഗൈസ് നമുക്ക് എത്ര കാശ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ ഗൈസ്. ക്വസ്റ്റ് കംപ്ലീറ്റ് ആയോ? ഇല്ല, ഞാൻ 25,000 പോയേ. ഇനി നമുക്കൊരു ഹെലികോപ്റ്റർ പ്രോപ്പല്ലർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ വാങ്ങിച്ചത് ഇതും കൂടിയും വയ്ക്കാം ഗൈസ്. അതിനുള്ള സ്ഥലവും പോലും ഇല്ലല്ലോ. ഇവിടെ വെച്ചേക്കാം അല്ലേ? അല്ലെങ്കിൽ 2 മതി, എത്രയും മതി. റീസ്റ്റോക്ക് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് ഒരു OP പ്രോപ്പല്ലറും കൂടിയും കിട്ടുകയാണെങ്കിൽ ഈ 2 ബെറ്റർ പ്രോപ്പല്ലറിനെ നമുക്ക് മാറ്റിയിട്ട് OP പ്രോപ്പല്ലർ വയ്ക്കാം. ഗൈസ് നമുക്ക് വേറെ പ്ലെയേഴ്സിൻ്റെയും കൂടെ കളിക്കാം. എന്നാലേ ഗെയിം രസമുള്ളൂ. ഒറ്റയ്ക്ക് കളിക്കാൻ രസമില്ല ഗൈസ്. ഗൈസ് ഇവൻ എന്താണ് ഇത് ഉണ്ടാക്കണത്? യുദ്ധത്തിന് പോകാനോ? ആ സ്കൂൾ ബസ് ഉണ്ടാക്കണോ ഇത്രയും? ഈ 2 സീറ്റുള്ള സ്കൂൾ ബസ്സാണ് ഗൈസ്. ഗൈസ് ഇവൻ ബോട്ടാന്ന് തോന്നുന്നു. കാരണം അനക്കവും ഇല്ല. ആക്ച്വലി ഇത് ഒരു പ്രത്യേക ടൈപ്പ് ഡിസൈനാണ് കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് ഇഷ്ടമായി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ഫ്യൂലും വയ്ക്കാം. 1 2 3 ഇതിൻ്റെ കുറേ ഫ്യൂലുണ്ട് ഗൈസ്. ഭയങ്കര ഫ്യൂലാണ് ഗൈസ്, ഭയങ്കര ഫ്യൂല്. വേറെ പ്ലെയേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യാം ഗൈസ്. നമുക്ക് ഈ ബോറടിച്ചു പോകും. ഹായ് പിന്നെ എൻ്റെ ഒരു ടൈപ്പ് ഇവിടെ നിന്നൊക്കെ എൻ്റെ ഒരു ടൈപ്പ് വരുന്നുണ്ട്. പക്ഷെ ഇവൻ ബോട്ട് ടൈപ്പ് ഷേപ്പിലാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഗൈസ് അവനെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് അവനെ യെസ്
ഓ ഗൈസ് നൈസ്. അങ്ങനെ ഒന്നും കൂടി കണ്ടുപിടിക്കണോ? അങ്ങനെ പോയി ശരിയാവത്തില്ലേ? ഓ ഗൈസ്, നമ്മളാണെങ്കിൽ 1000 കിലോമീറ്ററൊക്കെ പെർ അവർ പോവുകയാണെങ്കിൽ നമുക്ക് ഈ മതിലിൻ്റെ പുറത്തൊക്കെ പോകാൻ പറ്റും ഗൈസ്. പറഞ്ഞു വിട്ടിന്ന് ക്രിസ്മസ് ആണ് ഗൈസ്. ഐ വിഷ് യു എ മെറി ക്രിസ്മസ്, ഐ വിഷ് യു എ മെറി ക്രിസ്മസ്, ഐ വിഷ് യു എ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഹാപ്പി ക്രിസ്മസ്. എന്തിനാണ് ഇവൻ ഫ്രണ്ടിൽ സീറ്റ് വെക്കണത്? എന്നാലും ഞാൻ കയറിയിരുന്നു. എൻ്റെ അടുത്ത് ഒരു പ്രോപ്പല്ലർ വെക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് ഞാനെൻ്റെ ലോഞ്ച് ബട്ടൺ ലോഞ്ച് ചെയ്യാൻ പോവായിരുന്നു. അല്ലേ, ലോഞ്ച് ബട്ടൺ പ്രസ് ചെയ്യാൻ പോവായിരുന്നു. എൻ്റെ ഇതിനൊക്കെ സ്പീഡിൽ പോകുന്നു തോന്നുന്നു ഗൈസ്. അല്ല, ഇവൻ സ്പീഡിൽ പോകുന്നുണ്ട് ആക്ച്വലി. അത് ശരി, എന്നെ താഴെ ഇട്ടു എടുത്താൻ. ആഹാ, അങ്ങനെ ഇട്ടാൽ ശരിയാകത്തില്ലല്ലോ. നമുക്ക് റിവെഞ്ച് കൊടുക്കണ്ടേ ഗൈസ്? ആ നൈസ്. എൻ്റെ പ്ലെയിൻ തന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെയാണ് എൻ്റെ പ്ലെയിൻ. എടാ, അവൻ കാണിച്ച മോശമായി പോയി ഗൈസ്. ഒരു പാസഞ്ചർ പ്ലെയിനിൽ ഇരിക്കുന്നുണ്ടോയെന്ന് അവൻ കാണുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അവൻ റിവെഞ്ച് കൊടുത്താൽ പറ്റുമോ? അവൻ കാണിച്ച മോശമാണ്. ബലൂൺ ഡിപ്ലോയർ, ബെറ്റർ ടൈല്, ഡെൽറ്റ വിങ്സ് ഒരെണ്ണം കൂടി കിട്ടി. റിഫൈൻ ഫ്യൂൽ ഒരെണ്ണം കൂടി കിട്ടി. ലാൻഡിങ് ഗിയർസ് ഒരെണ്ണം കൂടി കിട്ടി. എനിക്കിപ്പോൾ ഈ തോന്നുന്ന ഹെലികോപ്റ്റർ പ്രോപ്പല്ലർ ഭയങ്കര കോമൺ ആയി വരികയെന്നാണ്. കാരണം പാതിക്കുള്ള എല്ലാ സമയവും അത് സ്പോണോ ആക്കിയിട്ട്. ഈ ഗെയിമിന് മറ്റേ അഡ്മിൻ അബ്യൂസ് ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. യെസ്, ഗൈസ്, നമ്മൾ അങ്ങനെ നമ്മുടെ ഫ്യൂവൽ കളക്ഷൻ തീർത്തു. എനിക്കിനി ഒന്ന് ബൂസ്റ്റ് ചെയ്യാം. ഗൈസ്, നമ്മൾ 773 പോകും ഗൈസ്. വിച്ച് ഈസ് ആക്ച്വലി ഗുഡ് ഗൈസ്. ആൻഡ് ഈ പ്ലാസ്മ ബൂസ്റ്റർ ആണെങ്കിൽ ഇച്ചിരി കൂടുതൽ നേരം നിൽക്കും സാധാരണയേക്കാൾ. അതാണ് ഗൈസ് പ്രത്യേകത. ഈ പ്ലാസ്മ ബൂസ്റ്റർ വേറെ ബൂസ്റ്ററിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ടായിരിക്കുമല്ലേ ഗൈസ് അതിൻ്റെ അങ്ങനെ പേര്. ഷേ ഗൈസ്, അവിടെ എന്തോ സീക്രട്ട് വാതിലെങ്ങാനുണ്ട് ഗൈസ്. അതെനിക്ക് തൊടണം. തൊട്ടെങ്കിലും പറ്റും. യെസ്, തൊട്ടു ഗൈസ്, തൊട്ടു. ഇനി അപ്പുറത്ത് വേറൊരു സീക്രട്ട് വാതിലുണ്ട് ഗൈസ്. അതും തൊടണം ഗൈസ്. ഇല്ല, നമുക്ക് ഡബിൾ ജമ്പ് ചെയ്യാൻ പറ്റില്ലല്ലേ? ഇല്ല ഗൈസ്. പ്രസ്റ്റിൻ എന്തോ എഴുതിയിരുന്നു. പ്രസ്റ്റിൻ വാസ് ഹിയർ ലോൽ. എല്ലാത്തിലും എഴുതിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഈസ്റ്റർ ഒക്കെ ആയിട്ട് പറയാം. പിന്നെ നമുക്കിത് ഈ കാണുന്ന ടോമിൻ്റെ ഷോപ്പില്ലേ, ടോം ആൻഡ് ജെറിയിലെ കുട്ടത്തെ ടോമിൻ്റെ, അവൻ്റെ ഷോപ്പ് ആക്ച്വലി ഈ മാപ്പിൻ്റെ ഒരു അറ്റത്തായിരുന്നു ഗൈസ്. ഞാൻ ഒരു വട്ടം ഈ ഗെയിം കളിച്ചപ്പം ഞാൻ മാപ്പിൻ്റെ അവിടെ സ്പോൺ ചെയ്തു. അങ്ങനെ എല്ലാം കണ്ടുപിടിച്ചു. ഏത് ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത ഒരു അപ്ഡേറ്റ് ആണ് ഗൈസ്. ഈ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഞങ്ങൾ കളിച്ചിട്ടില്ല. ഇന്നാണ് ഞങ്ങൾ പിന്നെ കളിക്കുന്നത്. ഇതിൽ കുറേ പുതിയ പുതിയ ഫീച്ചേഴ്സ് ആണ് ഗൈസ്. ഇത് കളിക്കുന്ന പ്ലെയേഴ്സിനൊക്കെ പോയി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നിതയോ നിറ്റയോ
നൈറ്റോ എന്ത് വയസ്സ് നമ്മൾ പറയാ? ഹൈ wanna see my play. Okay. Cool plan by the way. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റുമോ? നമുക്ക് ഈ പ്ലെയിനിനൊരു പേരിടണ്ടേ? ഫൈറ്റീന്ന് പേരിട്ടല്ലേ? ഒരു പറയാനായിട്ടൊന്നും ഞാൻ നിർബന്ധിപ്പിക്കുകയാണ്. Yeah. Goes almost 800 km in booster. നമ്മൾ 800 കെൻ്റെ അടുത്താണ്. 779 കെ വരെയാണ് നമ്മൾ പോവുക. കിലോമീറ്റർ. ഇത് കാണാൻ വീട് പോലെയാണ് ഗൈസ്. ദിസ് ആക്ച്വലി ലുക്സ് like a house. I like it. Fine, I know, right? ഗൈസ് നമ്മുടെ പൈലറ്റ് വണ്ടി നിറങ്ങി ഗൈസ്. നമ്മളെ പൈലറ്റ് വണ്ടി ഓടിക്കുന്നില്ല ഗൈസ്. നമ്മൾ ക്രാഷ് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ പെട്ടു ഗൈസ്. പെട്ടു. പൈലറ്റ് ഇറങ്ങിപ്പോയി ഗൈസ്. എന്താ പൈലറ്റിന് പ്ലെയിൻ ഇഷ്ടല്ലേ? എന്താ ചിരിക്കുന്നുണ്ടെന്ന്? but not nicer than my launch.
ഗൈസ് ആ ശബ്ദം കേട്ടോ ഗൈസ്. ഗൈസ് നമ്മളിതിൻ്റെ ഉള്ളിൽ പെട്ട്. ഇല്ല ഇല്ല ഇല്ല, നമുക്ക് ഫൈറ്റ് ഇട്ടാലോ? ഫൈറ്റ് വിത്ത് മിസൈൽ. ഗൈസ് നമുക്ക് ഇനി എത്ര മിസൈൽസ് ബാക്കിയുണ്ട്? നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ് ഇത് ആക്ച്വലി ഒരു ഈസ്തറ്റിക് ടൈപ്പ് പ്ലെയിനാണ്. ഗൈസ് നമ്മുടെ പ്ലെയിനിൻ്റെ താഴെ മറ്റേ ഇത് വെച്ചല്ലോ, ആ ലോഞ്ചിങ്ങിൻ്റെ. കാണാൻ ഭംഗിയുണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ കയ്യിൽ കുറേ ലോഞ്ചിങ് ഗിയർസ് ഉണ്ട്, അല്ല സോറി ലാൻഡിങ് ഗിയർസ് ഉണ്ട്. ത്രീ ടു വൺ ഗോ ഫസ്റ്റ്. 3 2 1 ഗോ ഫസ്റ്റ്. അവൾ പുറകെയിലുണ്ടോ ഗൈസ്? ഗൈസ് അവൾ പുറകെയുണ്ട് ഗൈസ്. ഇത് ഭയങ്കര ഇൻറ്റൻസ് ആണ് ഗൈസ്, നിങ്ങൾക്കൊന്നും അറിയില്ല. അവൾ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് പതിയെ പതിയെ പതിയെ. അയിൻ ഗൈസ് ഇത്ര അടിക്ക്
1000. Bro, you lifted into me. Why? Yesterday was my birthday. Things my mom got a rabbit leg. ചെവിക്ക് എന്ത് പറഞ്ഞു ചേച്ചി പറയാം. Years. It goes up when I press. By the way, what country are you? India, of course. We are South Indian. Why? കംബോഡിയയോ? ഗൈസ് ഇങ്ങനെ വെച്ചാൽ ഹെഡ്ലെസ് ആണ് ഗൈസ്. ആക്ച്വലി ഹെഡ്ലെസ് ഒന്നും കാണാൻ ഭംഗിയില്ല. എങ്ങാണ്ടോ ഹെഡ്ലെസ് ഫ്രീ ആയെന്നെങ്ങാണ്ടോ കേട്ടാണ്. പെട്ടെന്ന് ഒരു ഗ്ലിച്ച് വന്നിട്ട് എങ്ങാണ്ടോ ഏതോ എംപ്ലോയി കാണിച്ചത്. ഗൈസ് ആ പുള്ളി ആക്ച്വലി എന്ത് നല്ല ഉപകാരം കാണിച്ചത്. എന്തോരം പിള്ളേർ ഈ ഹെഡ്ലെസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത്. ഇതാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. ഗൈസ് ഞാൻ എൻ്റെ പ്ലെയിനിന് ലാൻഡിങ് ഗിയർസ് വെച്ചു. ഗൈസ് ഒന്നും കൂടി ഒന്ന് ഓടിച്ച് നോക്കാം ഗൈസ്. ഗൈസ് ലാൻഡിങ് ഗിയർസ് ആക്ച്വലി ലാൻഡ് ചെയ്യുന്നു. ഇത് നോക്കാം ഗൈസ്. നമ്മളിപ്പോൾ ആക്ച്വലി പെട്ടെന്ന് അങ്ങനെ ക്രാഷ് ചെയ്തില്ല ഗൈസ്. ഗൈസ് ജസ്റ്റ് ഒരു ടെസ്റ്റ് മാത്രമേ. എൻ്റെ പ്ലെയിനൊന്നും അത് വേണ്ട. അല്ലാണ്ട് തന്നെ ഞാൻ സേഫായിട്ട് ലാൻഡൊക്കെ ചെയ്യണം. ഓക്കെ ഗൈസ്, സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. സോ ഓഫ് കോഴ്സ് നാളെ കാണാം.